ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വടക്കൻ അതിർത്തി പ്രദേശമായ ലഡാക്ക് നിലവിൽ അശാന്തിയുടെ മുൾമുനയിലാണ്. ദീർഘകാലമായി ലഡാക്കിലെ ജനത ആവശ്യപ്പെടുന്ന സംസ്ഥാന പദവി അഥവാ ഭരണഘടനാപരമായ സ്വയംഭരണാവകാശം വൈകുന്നതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭം മോദി ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ വിദേശ ശക്തികളുടെ സ്വാധീനം ആരോപിക്കാനാവാത്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ജനവികാരം ഗൗരവമായി കാണേണ്ട അവസ്ഥയിലാണ്. തങ്ങളുടെ തനതായ സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയാണ് ലഡാക്കിലെ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് നയിക്കുന്നത്. 2019 ഓഗസ്റ്റിൽ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയതും അതിനെ തുടർന്ന് ലഡാക്കിനെ ജമ്മു കാശ്മീരിൽ നിന്ന് വേർതിരിച്ച് ഒരു കേന്ദ്ര ഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചതുമാണ് നിലവിലെ പ്രക്ഷോഭങ്ങളുടെ തുടക്കം. ഒരു കേന്ദ്ര ഭരണ പ്രദേശമായതോടെ അധികം വൈകാതെ തന്നെ തങ്ങൾക്ക് സംസ്ഥാന പദവിയോ അല്ലെങ്കിൽ കുറഞ്ഞത് ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിന് കീഴിലുള്ള സ്വയംഭരണ അവകാശമോ ലഭിക്കുമെന്ന് ലഡാക്കുകാർ പ്രതീക്ഷിച്ചിരുന്നു. ഈ പ്രതീക്ഷകൾക്ക് വിപരീതമായി നടപടികൾ വൈകിയതാണ് പ്രത്യേകിച്ച് ജനാധിപത്യപരമായ പ്രാധാന്യം ഇല്ലാത്ത നിലവിലെ കേന്ദ്രഭരണ സംവിധാനത്തോടുള്ള അതൃപ്തി കലാപത്തിലേക്ക് വഴിമാറാൻ പ്രധാന കാരണം. ലഡാക്ക് ജനതയുടെ സ്വയംഭരണ ആവശ്യം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിലാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകൾക്ക് അവരുടെ സാംസ്കാരിക പാരമ്പര്യവും ഭൂമിയും സംരക്ഷിക്കുന്നതിനായി സ്വയംഭരണ ജില്ലാ കൗൺസിലുകൾ രൂപീകരിക്കാൻ ഈ ഷെഡ്യൂൾ അധികാരം നൽകുന്നു. ലഡാക്കിന് സമാനമായ സംരക്ഷണം ലഭിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ടിബറ്റൻ ബുദ്ധമത സംസ്കാരത്തിന്റെയും മറ്റ് തനതായ ആചാരങ്ങളുടെയും സംരക്ഷണം, പുറത്തു നിന്നുള്ളവരുടെ അനിയന്ത്രിതമായ കടന്നുവരവ് നിയന്ത്രിക്കൽ, ഭൂമിയുടെ അവകാശം നിലനിർത്തൽ എന്നിവയെല്ലാം ഈ ആവശ്യത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയിൽ ലഡാക്കിന് വളരെ നിർണായകമായ സ്ഥാനമുണ്ട്. ചൈനയുമായുള്ള നിയന്ത്രണ രേഖ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലഡാക്കിന്റെ വലിയൊരു ഭാഗം അക്സായി ചിൻ ഉൾപ്പെടെ നിലവിൽ ചൈനയുടെ കൈവശമാണ്. കൂടാതെ ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള ചില പ്രദേശങ്ങൾ പോലും ടിബറ്റിന്റെ ഭാഗമായാണ് ചൈന ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നത്. തങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യം ടിബറ്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന് വിശ്വസിക്കുന്ന ലഡാക്കുകാർ തങ്ങളുടെ തനിമ നിലനിർത്താൻ സ്വയംഭരണ അനിവാര്യമാണെന്ന് കരുതുന്നു. ലഡാക്കിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് നൂറ്റാണ്ടുകളോളം ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. 1834 ഇത് പഞ്ചാബ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി. തുടർന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സംരക്ഷണത്തിലായിരുന്ന കാശ്മീരിലെ ഡോഗ്രോ രാജവംശത്തിന്റെ ഭാഗമായി. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ കാശ്മീർ രാജാവിന്റെ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ വഴി ലഡാക്ക് സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായി മാറുകയായിരുന്നു. ഈ ചരിത്രപരമായ വേരുകൾ ലഡാക്ക് ജനതയുടെ തനതായ സ്വത്വബോധത്തിന് അടിത്തറ നൽകുന്നു. ചൈന അവരുടെ കൈവശമുള്ള ലഡാക്ക് മേഖലയിലൂടെ നിർമ്മിച്ച അക്സായി ചീൻ ഹൈവേ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായാണ് കണക്കാക്കുന്നത്. ഈ ഹൈവേ ചൈനയെ പാക് നിയന്ത്രണത്തിലുള്ള ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പ്രദേശവുമായി ബന്ധിപ്പിക്കുന്നു. ഇതുവഴി ചൈനയ്ക്ക് തങ്ങളുടെ ചരക്ക് നീക്കവും സൈനിക നീക്കവും ഈ മേഖലയിൽ വേഗത്തിലാക്കാൻ കഴിയും. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധിപ്പിക്കുന്ന ഈ ഹൈവേ ഇന്ത്യയുടെ പരമാധികാരത്തിന്മേലുള്ള വെല്ലുവിളിയായി കണക്കാക്കുന്നു. 1999 കാർഗിൽ യുദ്ധത്തിന്റെ മുഖ്യ ലക്ഷ്യം ലഡാക്കിനെ പിടിച്ചെടുക്കുക ആയിരുന്നുവെന്ന് പല സൈനിക വിശകലനങ്ങളും സൂചിപ്പിക്കുന്നു. അന്ന് ലഡാക്കിലേക്കുള്ള പ്രധാന മാർഗം കാർഗിലിലൂടെയുള്ള ദേശീയപാതയായിരുന്നു. ഈ റോഡ് തകർത്ത് ഇന്ത്യൻ സൈനിക നീക്കങ്ങളെ തടസ്സപ്പെടുത്തി ലഡാക്ക് പിടിച്ചെടുക്കുകയായിരുന്നുവെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ തന്ത്രം. യുദ്ധാനന്തരം ഈ ഭീഷണി ഒരു പരിധിവരെ അകറ്റുന്നതിനായി ഹിമാചലിലെ മണാലി വഴി പോകുന്ന റോഡ് വർഷം മുഴുവൻ സഞ്ചാരയോഗ്യമാക്കാൻ റോഹ്താങ് തുരങ്കം നിർമ്മിച്ചു. കാർഗിൽ യുദ്ധത്തിന് ശേഷം ലഡാക്ക് ഉൾപ്പെടുന്ന ഹിമാലയൻ പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകി. വൻതോതിൽ റോഡുകൾ, പാലങ്ങൾ, എയർഫീൽഡുകൾ, ഹെലിപാഡുകൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചു. AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് ന്യോമ, ദൗലത് ബേഗ് ഓൾഡി പോലുള്ള പ്രദേശങ്ങളിലെ ലാൻഡിംഗ് താവളങ്ങൾ വിപുലപ്പെടുത്തുകയും പുതിയവ നിർമ്മിക്കുകയും ചെയ്തു. തുടർന്ന് അധികാരത്തിൽ വന്ന മോദി സർക്കാരും അതിർത്തി പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകി. കിഴക്കൻ ലഡാക്കിലെ ചൈനീസ് കടന്നുകയറ്റ ശ്രമങ്ങൾ വർദ്ധിച്ചതോടെ റോഡുകളുടെയും മറ്റ് സൈനിക സൗകര്യങ്ങളുടെയും നിർമ്മാണം അതിവേഗം പൂർത്തിയായി. സൈനിക നീക്കങ്ങൾ വേഗത്തിലാക്കാനും അതിർത്തിയിൽ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും ഈ വികസനം സഹായിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് മാത്രം തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നാണ് ലഡാക്കിലെ ജനങ്ങളുടെ നിലപാട്. ജനാധിപത്യപരമായ അവകാശങ്ങൾ, ഭൂമിയുടെയും സംസ്കാരത്തിന്റെയും സംരക്ഷണം, പ്രാദേശിക പങ്കാളിത്തം എന്നിവ ഉറപ്പാക്കുന്ന സ്വയം ഭരണമാണ് അവരുടെ ആവശ്യം. കേന്ദ്രഭരണ പ്രദേശമായതോടെ ലേ, കാർഗിൽ ഓട്ടോണോമസ് ഹിൽ ഡെവലപ്മെന്റ് കൗൺസിലുകളുടെ അധികാരം പരിമിതപ്പെടുത്തപ്പെട്ടു എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. സ്വയം ഭരണാവകാശം വൈകുന്നതിലുള്ള അതൃപ്തിയാണ് നിലവിലെ പ്രക്ഷോഭങ്ങൾക്ക് പ്രധാന കാരണം. വിദേശ സ്വാധീനമില്ലാത്ത തദ്ദേശീയമായ ഈ പ്രതിഷേധങ്ങൾ കേന്ദ്ര സർക്കാരിന് ഒരു ആഭ്യന്തര രാഷ്ട്രീയ വെല്ലുവിളിയാണ്. പ്രാദേശിക നേതാക്കളും ബുദ്ധ സന്യാസിമാരും മുൻനിരയിൽ അണിനിരന്നുള്ള ഈ പ്രക്ഷോഭം ലഡാക്ക് ജനതയുടെ ശക്തമായ വികാരം പ്രതിഫലിപ്പിക്കുന്നു.